സംസ്ഥാനത്തെ 25-ലധികം IAS ഉദ്യോഗസ്ഥർ നാളെ അവധിക്ക് അപേക്ഷ നൽകി. അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ ബന്ധുനിയമന വിവാദത്തിൽ പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് അപേക്ഷ നൽകിയത്. IAS അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് നടപടി. സുനിൽ അരിമാനൂർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. സുനിൽ, ഈ പോൾ ആന്റണിയെ പ്രതി ചേർത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ തന്നെ അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. തിങ്കളാഴ്ച അവധിയിൽ പ്രവേശിക്കും എന്ന തരത്തിൽ. എന്താണ് നിലവിലെ അവരുടെ പദ്ധതി? അരുൺ, സംസ്ഥാനത്ത് ഭരണം തന്നെ പ്രതിസന്ധിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംസ്ഥാനത്ത് വിജിലൻസ് ഡയറക്ടറുടെ അധികാര ദുർവിനിയോഗത്തിൽ നേരത്തെ തന്നെ IAS ഉദ്യോഗസ്ഥർ കടുത്ത അമർഷത്തിലാണ്. പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന വിജിലൻസ് പരിശോധനയിൽ അവർ പരസ്യമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ടോം ജോസ് അടക്കമുള്ളവരെ മണിക്കൂറുകൾ വിജിലൻസ് ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്ത നടപടിയും ഇവിടെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കേസിൽ മൂന്നാം പ്രതിയായി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ പോൾ ആന്റണിയെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ട് FIR സമർപ്പിച്ച നടപടി. ഇതിനെ തുടർന്ന് ഇന്നലെ IAS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് കൂട്ട അവധിയെടുക്കാൻ തീരുമാനിക്കുകയും അവധി അപേക്ഷ ചീഫ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 25 IAS ഉദ്യോഗസ്ഥരാണ് നാളെ കൂട്ട അവധിക്കായി ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. കാരണം IASകാർ മന്ത്രിമാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അവരെ ബലിയാടാക്കേണ്ട കാര്യമില്ല എന്നാണ് പരാമർശിക്കുന്നത്. അത് ഇന്നലത്തെ മീറ്റിംഗിലും അത്തരത്തിലുള്ള ചർച്ച തന്നെയാണ് വന്നത്. കാരണം മന്ത്രി പറഞ്ഞ അനുസരിച്ചുള്ള നിർദ്ദേശം നടപ്പാക്കുകയാണ്. അതനുസരിച്ച് ഫയൽ മൂവ് ചെയ്തതാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ പോൾ ആന്റണി ചെയ്തത്. അതിനിപ്പോൾ വിജിലൻസിന്റെ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർന്നു പോകുമ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു നിലപാടിലാണ് ഇന്നലത്തെ യോഗത്തിൽ അവർ കൈക്കൊണ്ടത്. അതനുസരിച്ചാണ് നാളെ ഒരു ദിവസത്തേക്ക് കൂട്ട അവധി എടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മന്ത്രിമാരുടെ അനുമതിയോടുകൂടി മാത്രമേ ഫയലുകൾ മൂവ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് ഇന്നലത്തെ IAS ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായത്. കാരണം അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ മാത്രം കടന്നില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും ഈ IAS അസോസിയേഷന്റെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. IASകാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി ഇപ്പോൾ CC യോഗം നടക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സമയം നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സമയം ലഭിച്ചു കഴിഞ്ഞാൽ അവധി നൽകിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് IAS ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൂട്ട അവധിയിലേക്ക് പോകുന്നതിന് അപേക്ഷ നൽകിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. IASകാർ സംഘടിതമായി കൂട്ട അവധിയെടുക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താൻ ഇവർക്ക് അവകാശമോ അധികാരമോ ഇല്ല. മസൂരിയിൽ കുതിരക്കയറ്റത്തിൽ പരിശീലനം നേടിയത് ഭരണാധികാരികളുടെ മേൽ കുതിര കയറാനല്ലെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നോട്ട് നിരോധനം വിജയമെങ്കിൽ പണം പിൻവലിക്കുന്നതിൽ ഇനിയും നിയന്ത്രണം എന്തിനാണെന്ന് സീതാറാം യെച്ചൂരി. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. നേതൃയോഗങ്ങളോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിയന്ത്രണമില്ലാതെ പണം പിൻവലിക്കാൻ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചതിനു ശേഷം വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി. Even if we accept what the BJP is claiming is true, if all the money has come back into the banks, why are people not being allowed to withdraw money from their own accounts, from their own money? Why is there no money in the ATMs from where people cannot withdraw? So we are demanding of the government, the Central Committee has decided that we will launch a movement all over the country saying immediately withdraw the restriction on people to withdraw their own money. ഏകീകൃത സിവിൽ കോഡിനായുള്ള BJPയുടെ വാദം വർഗീയത ലക്ഷ്യമിട്ടാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ഏകാധിപത്യ പ്രവണതയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. Now Narendra Modi is advocating that all over the country elections must be held together, whether it's the Lok Sabha elections or all the state assembly elections, they must be all held at one time. He says this will curb wastage of public money and this will also curb election malpractices. It will lead to better governance because there will be no elections every year. But this is not the actual reality. What they are not saying is enforcing one election for all the country at one time
will be a profoundly anti-democratic step. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം മൂന്നാം ദിവസവും പുരോഗമിക്കുന്നു. രാഷ്ട്രീയ കാർഷിക നയരേഖാ റിപ്പോർട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറയും. സംഘടനാ വിഷയങ്ങളും ചർച്ചയും കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. എസ് ഷീജ ചേരുന്നു. ഷീജ, ഇന്നത്തെ നടപടിക്രമങ്ങൾ. അരുൺ, 3 ദിവസമായി തുടർന്ന് വന്ന CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കുകയാണ്. ഏതായാലും മൂന്നാം ദിനത്തിൽ 9:30-ക്ക് തന്നെ നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചിരുന്നു. പ്രധാനമായും ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് രണ്ട് റിപ്പോർട്ടുകളുടെ ചർച്ച കഴിഞ്ഞ 2 ദിവസമായി പൂർത്തിയാക്കിയിരുന്നു. രാഷ്ട്രീയ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കാർഷിക നയരേഖാ റിപ്പോർട്ടുമാണ്. ഇതിന്മേലുള്ള ചർച്ച കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പൂർത്തിയാക്കിയിരുന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിൽ പ്രധാനമായും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പ്രധാനമായും ചർച്ചയായത്. ഇതിൽ പ്രധാനമായും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ കക്ഷികളുമായി സഖ്യം വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രധാനമായും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലെ സഖ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം കൈക്കൊള്ളുന്നതായിരിക്കും. മറ്റൊന്ന് കാർഷിക നയരേഖാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക നയരേഖാ റിപ്പോർട്ടിൽ പ്രധാനമായും രാജ്യത്താകെയായി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ബദൽ രേഖ അവതരിപ്പിക്കുകയാണ് കാർഷിക നയരേഖാ റിപ്പോർട്ട്. ഇതിന്മേലുള്ള ചർച്ച 2ാം ദിനത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് രണ്ടിനും ഇന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി മറുപടി നൽകുന്നതായിരിക്കും. അതിനുള്ള പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള മറുപടി പൂർത്തിയാകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്മേലുള്ള മറുപടിക്ക് ശേഷമായിരിക്കും സംഘടനാ വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരിക. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സംഘടനാ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയായിരുന്നില്ല. ഇന്ന് അവസാന ദിനം മാത്രമായിരിക്കും സംഘടനാ വിഷയങ്ങൾ ചർച്ചയാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെയോ ഇത് അറിയിക്കുന്നതായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനായിരിക്കും ഇന്ന് ഉച്ചയോടുകൂടി സമാപനമാകുക. പ്രധാനമായും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗം. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മതന്യൂനപക്ഷങ്ങൾ LDF സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതരായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില കേസുകളിൽ UAPA ചുമത്തിയത് ശരിയായില്ലെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. RSSന്റെ കൊലപാതക പരിശീലനം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് CPIM പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്ത് നടക്കുന്ന CPIM കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് UAP വിഷയത്തിലെ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഇവിടെ ചെയ്തിരിക്കുന്നത് UAPA ഏതെല്ലാം കേസുകളിൽ ചുമത്തിയിട്ടുണ്ട്, ചില കേസുകളിൽ ചുമത്തിയത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറയുന്ന വാദത്തോട് യോജിക്കുക തന്നെയാണ്. ആ കാര്യങ്ങൾ ആകെ പരിശോധിക്കാൻ, സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തെറ്റായ രീതിയിൽ UAPA ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിന് കീഴിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പീസ് സ്കൂളിനെ കുറിച്ചുള്ള നിലപാടും അറിയിച്ചു. ഏത് പഠനത്തിന്റെ ഭാഗമായാലും ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട. കേന്ദ്ര സർക്കാർ ജനദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനും ലക്ഷ്യം നേടാതിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തോട് വൈര്യനിര്യാതന സമീപനമാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ നിലവിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിമൽ വാസു സംസാരിച്ചത്. പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ CPIMന്റെ പാർട്ടി പതാക ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ സുഭാഷ്ണി അലി BJP-ക്കാർക്ക് ദേശീയത എന്താണെന്നും ഓർമ്മപ്പെടുത്തി കൊടുത്തു. We say the slogan of the greatest patriot born in India, Bhagat Singh, Inqilab Zindabad, Inqilab Zindabad. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIMന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് വെളിവാക്കുന്നതായിരുന്നു നേതൃയോഗങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം. സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും പൊതുസമ്മേളനം വ്യത്യസ്തമായ അനുഭവമായി. CPIMന്റെ രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. ഇതോടനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനത്തിൽ വൻ ബഹുജന പങ്കാളിത്തമാണ് ഉണ്ടായത്.
നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്രീകരിച്ച പ്രകടനം ഒഴിവാക്കിയിരുന്നു. 4 മണിയോടെ തന്നെ പൊതുസമ്മേളനം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ബഹുജനങ്ങൾ എത്തിത്തുടങ്ങി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ പങ്കാളിത്തം പൊതുസമ്മേളനത്തിനുണ്ടായിരുന്നു. 5:30 1 ലക്ഷം പേർ ഉൾക്കൊള്ളുന്ന പുത്തരിക്കണ്ടം മൈതാനവും പരിസര പ്രദേശവും ജനനിബിഡമായി. 6 മണിയോടെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിപ്പിച്ച് നേതാക്കന്മാർ വേദിയിലേക്കെത്തി. വേദിയിലെത്തിയ നേതാക്കളെ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ CPIM-ന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു പൊതുസമ്മേളനത്തിലെത്തിയ വൻ ജനാവലി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തൃശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ ദുരൂഹത എന്ന ആരോപണം. സംഭവശേഷം ജിഷ്ണുവിന്റെ സഹപാഠികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയ കോളേജ് അധികൃതരുടെ നടപടി ആരോപണങ്ങൾക്ക് കരുത്തു പകരുകയാണ്. കോപ്പി അടിച്ചു എന്നാരോപിച്ച അധ്യാപകർ ജിഷ്ണുവിനെ ശകാരിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെ അധ്യാപകനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ജിഷ്ണു മരിക്കുകയായിരുന്നു. കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ജിഷ്ണുവിന്റെ മരണം കോളേജ് അധികൃതരുടെ പീഡനത്തെ തുടർന്നാണ് എന്നാണ് ആരോപണം. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കോപ്പിയടി ആരോപിച്ച അധ്യാപകനും മാനേജ്മെന്റ് പ്രതിനിധികളും ക്രൂരമായി പീഡിപ്പിച്ചതായാണ് വിവരം. ഡീബാർ ചെയ്യുമെന്നും വിവരം വീട്ടിലറിയിക്കുമെന്നും ഭീഷണി മുഴക്കിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പരാതി ഉയർന്നു. ഇത് മറ്റൊന്നുമല്ല, കോപ്പി അടിച്ചു എന്ന ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ആരോപിച്ചിട്ട് ആ വിദ്യാർത്ഥി ഒരുപാട് ടോർച്ചർ ചെയ്തു എന്നുള്ളതാണ്. വിദ്യാർത്ഥിയെ ടോർച്ചർ ചെയ്യുന്ന പരമായിട്ട് ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായ സ്ട്രെസ് മൂലമാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചെന്നാണ് നമ്മുടെ സംശയം. ഈ വിദ്യാർത്ഥി കോപ്പി അടിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ സഹപാഠികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, വിദ്യാർത്ഥിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കി അറിയാം. മിടുക്കനായ വിദ്യാർത്ഥിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണ്. കോപ്പിയടിയുടെ പേരിൽ ചകാരം നടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവശേഷം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സഹപാഠികളെ കോളേജ് അധികൃതർ തിരികെ അയച്ചത് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ്. ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ കോളേജ് അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടും വിദേശത്ത് അവധി ദിനം ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലെയും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതായും നേതാക്കൾ. അതേസമയം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 14-ന് ശേഷം പ്രഖ്യാപിക്കും. അടുത്ത മാസം 4-നാണ് പഞ്ചാബിലെയും ഗോവയിലെയും വോട്ടെടുപ്പ്. പ്രചാരണത്തിന് പാർട്ടികൾക്ക് ലഭിക്കുന്നത് 20 ദിവസത്തിനടുത്ത് മാത്രം. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിൽ കോൺഗ്രസിലും BJPയിലും പതിവ് പോലെ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. പാർട്ടി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഇന്നലെ ദില്ലിയിലെത്തി. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നു. ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ട രാഹുൽ ഗാന്ധി മാത്രം ദില്ലിയിലില്ലാത്തത് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേഗത്തിൽ ആരംഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി വിദേശയാത്ര വെട്ടിക്കുറച്ച് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. 9-ാം തീയതി രാഹുൽ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. BJPയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആശയക്കുഴപ്പം തുടരുന്നു. 5 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് പ്രാഥമിക ധാരണ. വ്യക്തികളെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ജാതി മത സമവാക്യങ്ങളെ ബാധിക്കും. ഉത്തരേന്ത്യയിൽ മകരസംക്രാന്തി ആഘോഷം 14-ാം തീയതിയാണ്. അന്നേ ദിവസം വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ലെന്നാണ് വിശ്വാസം. അതിനാൽ 14-ന് ശേഷം മാത്രമേ പഞ്ചാബിലെയും ഗോവയിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സ്ഥാനാർത്ഥി മോഹികൾക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ DCC പ്രസിഡന്റുമാരുടെ നിയമനം ഗ്രൂപ്പിന് അതീതമായിരുന്നുവെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും പല ജില്ലകളിലും ഗ്രൂപ്പ് പോർ ഇപ്പോഴും ശക്തമാണ്. ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി വിഭാഗത്തെ ഒതുക്കിയതിലുള്ള അമർഷത്തെ തുടർന്ന് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ A ഗ്രൂപ്പിന്റെ സാന്നിധ്യം നാമമാത്രമാകുന്നു. പാർട്ടി പരിപാടികളിൽ ആളു കുറഞ്ഞതോടെ ബംഗാളികളായ തൊഴിലാളികളെ പോലും കൊണ്ടുവന്ന് പരിപാടി നടത്തേണ്ട അവസ്ഥയിലായി കോൺഗ്രസ്. ഗ്രൂപ്പിനതീതമായി DCC പ്രസിഡന്റുമാരെ നിയമിച്ചതെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ ജില്ലയായ ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി വിഭാഗം ഇപ്പോഴും കടുത്ത പ്രതിഷേധത്തിലാണ്. ഐ ഗ്രൂപ്പ് നേതാവായ KC വേണുഗോപാൽ പോലും ഇപ്പോൾ ഗ്രൂപ്പിനെതിരായിട്ടാണ് വേദികളിൽ സംസാരിക്കുന്നത്. ഗ്രൂപ്പിന്റെ കാലഘട്ടം അവസാനിച്ചു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. ഞാനും ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആള് തന്നെയാണ്, എല്ലാവരും പറയും. DCC പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും ഫ്ലെക്സിൽ നിന്നും ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയിരുന്നു.
ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് എ വിഭാഗത്തിനുണ്ടായിരുന്നത്. ഗ്രൂപ്പിനതീതമായി പുതിയ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ യൂത്ത് കോൺഗ്രസ് DCC ഓഫീസിൽ വിളിച്ച യോഗത്തിലാകട്ടെ പ്രവർത്തകരില്ലാത്തതിനെ തുടർന്ന് 3 മണിക്ക് വിളിച്ച യോഗം ഒടുവിൽ 4:30 നടന്നത്. പ്രവർത്തകരുടെ അഭാവം നികത്താനാകട്ടെ KSUക്കാരും ബംഗാളികളും യൂത്ത് കോൺഗ്രസിന്റെ കുപ്പായമിട്ട് യോഗത്തിനെത്തിയതും ശ്രദ്ധേയമായി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം UDF ഭരിക്കുന്ന കോട്ടയത്തെ കൂരോപ്പുഴ പഞ്ചായത്തിൽ അട്ടിമറിച്ചു. വിവിധ ക്ഷേമ പദ്ധതിയിൽപ്പെടുന്ന 3344 പേരുടെ പെൻഷനാണ് പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്വം മൂലം മുടങ്ങിയത്. പെൻഷൻ വിതരണം അട്ടിമറിച്ചത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. നോട്ട് പിൻവലിക്കൽ ദുരിതത്തിന് പിന്നാലെ നിർധന കുടുംബങ്ങൾക്ക് പെൻഷൻ നിഷേധിച്ചത് വലിയ ആഘാതമായി. ഓഫീസ് ക്ലർക്കിന്റെ പിഴവാണ് പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. 3344 പേർക്ക് പെൻഷൻ നൽകാത്തതിനെ വളരെ ലാഘവത്തോടെയാണ് പഞ്ചായത്ത് അധികൃതരും ഭരണസമിതിയും കണ്ടത്. പെൻഷൻകാരുടെ പട്ടികയും രേഖകളും കുടുംബശ്രീ പ്രവർത്തകരെ ഉപയോഗിച്ച് സർവേ നടത്തി തയ്യാറാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശവും UDF ഭരിക്കുന്ന കൂരോപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അവഗണിച്ചതോടെ പെൻഷൻ ലഭിക്കാതെ നിരവധി വയോജനങ്ങളാണ് ബുദ്ധിമുട്ടിലായത്. ഞങ്ങൾ അതുകൊണ്ടൊക്കെ കഴിക്കും. എനിക്ക് 4 പെൺപിള്ളേരാ, എനിക്ക് ആമക്കളില്ല. ഈ കിട്ടുന്ന കാശ് കൊണ്ട് എനിക്ക് മരുന്ന് മേടിക്കണം. ഞാൻ കൂരോപ്പടി എല്ലാ വാർഡുകാർക്കും ആർക്കും കിട്ടിയിട്ടില്ല. മരുന്ന് വാങ്ങിക്കണതിൽ തന്നെ ഒത്തിരി പൈസ വേണം. എങ്കിലും അത്രയായില്ലേ, 3 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദ നിലപാടിനെതിരെ LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണം അട്ടിമറിച്ചത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്ത് കമ്മിറ്റി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള അതിഥികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ. 57 അധ്യാപകർ ചേർന്നൊരുക്കുന്ന സ്വാഗതഗാനത്തോടെയാകും ഇത്തവണ അരങ്ങുണരുന്നത്. 57ാം സംസ്ഥാന കലോത്സവത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ അണിയറയിൽ അധ്യാപകരും ഭാവി തലമുറയിലെ കലാകാരന്മാരെ സ്വീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കണ്ണൂർ കലാവിരുന്നൊരുക്കുമ്പോൾ കണ്ണൂരിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സ്വാഗതഗാനം തന്നെയാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. 57ാമത് കലോത്സവത്തിന്റെ പ്രതീകമായി 57 അധ്യാപകരാണ് ഇത്തവണ കലോത്സവ കലാകാരന്മാരെ സ്വാഗതഗാനവുമായി വരവേൽക്കുക. പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകൻ ദിലീപ് കുമാറാണ് സ്വാഗതഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ സാറാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രാഗങ്ങളാണ്, വ്യത്യസ്തങ്ങളായ താളങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അധ്യാപികമാരും അധ്യാപകരും പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവരും നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. കാലം കൈകോർത്തു പിടിക്കും ചരിതം മലനാടിൻ ചരിതം ആടും മനസ്സിൽ സ്നേഹം. കലാകാരന്മാരെ വരവേൽക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് അണിയറയിൽ അധ്യാപകരും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഇന്ത്യൻ മാർഷൽ അക്കാദമിയും ഗുരുകൃപ കളരി സംഘം കതിരൂരും ചേർന്ന ശബരിമല സന്നിധാനത്ത് കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. തുടർച്ചയായ 3ാം വർഷമാണ് ഇവർ സന്നിധാനത്ത് കളരിപ്പയറ്റ് നടത്തുന്നത്. പെൺകുട്ടികളടക്കം 29 പേരാണ് ഇവിടെ കളരിപ്പയറ്റ് നടത്തിയത്. ശ്രീധർമ്മശാസ്താവിന് മുന്നിൽ കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ കളരിക്ക് വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് കഴിഞ്ഞ 3 വർഷമായി സദാശിവം ഗുരുക്കളും ശിഷ്യന്മാരും സന്നിധാനത്ത് കളരിപ്പയറ്റ് നടത്തുന്നത്. 10 കുട്ടികളടക്കം 29 പേരാണ് ഇത്തവണ സന്നിധാനത്ത് കളരി അഭ്യാസമുറകൾ നടത്തിയത്. 9-10ഓളം കുട്ടികളും ബാക്കി മുതിർന്നവരുമാണ് പങ്കെടുത്തത്. ഞങ്ങൾ 3ാമത്തെ വർഷമാണ് ശബരിമല സന്നിധാനത്തിൽ ശ്രീ ധർമ്മശാസ്താവിന് മുമ്പിൽ കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ മുമ്പിൽ ഒരു പ്രദർശനം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ കളരിക്കൊരു പ്രത്യേകിച്ചൊരു പേരും കളരിക്കൊരു അഭിവൃദ്ധിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. വാൾപയറ്റും ഉറുമി കൊണ്ടുള്ള പയറ്റുമെല്ലാം കണ്ടുനിന്നവരെ ഏറെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യൻ മാർഷൽ അക്കാദമി ചൊക്ലിയും ഗുരുകൃപ കളരി സംഘം കതിരൂരും ചേർന്നാണ് ശബരിമല സന്നിധാനത്ത് കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.